നമസ്കാരം. കേരളത്തിലേതുപോലെ തന്നെ അടുത്ത 5 വർഷം തമിഴ്നാട് ഭരിക്കേണ്ടത് ആരെ എന്നതിനെക്കുറിച്ച് ജനങ്ങൾ മറ്റന്നാൾ വിധി എഴുതുകയാണ്. ഇന്നാണ് തമിഴ്നാട്ടിലെ പൊതുപ്രചരണം അവസാനിക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണം, 23-ന് തെരഞ്ഞെടുപ്പ്. ആരധികാരത്തിലെത്തും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രമൊന്നും രംഗത്തില്ല. നേരത്തെ ജയലളിത ഉണ്ടായിരുന്നപ്പോൾ അണ്ണാഡിഎംകെയും ഡിഎംകെയും നേരിട്ടായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ജയലളിത അന്തരിച്ചതോടെ അണ്ണാഡിഎംകെ ശിഥിലമാവുകയും ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വിജയം വരിക്കാനുള്ള ശേഷി അണ്ണാഡിഎംകെക്കില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ എതിരാളികളില്ലാത്തതിനാൽ സ്റ്റാലിൻ്റെ ഭരണം തുടരുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഡിഎംകെ കോൺഗ്രസ് പാർട്ടിയെയും CPM-നെയും CPI-യെയും എന്തിനേറെ SDPI-യെയും വരെ കൂടെ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതുകൊണ്ട് അവർക്ക് തന്നെയായിരിക്കും ഇക്കുറിയും വിജയസാധ്യത. എന്നാൽ ഇക്കുറി ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത് നടൻ വിജയിയുടെ പാർട്ടിയായ TVK ആണ്. TVK എത്രമാത്രം വോട്ട് പിടിക്കും, എത്ര സീറ്റ് നേടും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇക്കുറി വിജയം നിശ്ചയിക്കപ്പെടുക. വാസ്തവത്തിൽ ഇക്കുറി ത്രികോണ മത്സരമാണ് എന്ന് പറയേണ്ടി വരും. വിജയസാധ്യത കൂടുതൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് DMK മുന്നണിക്കാണെങ്കിൽ രണ്ടാമതെത്താൻ ഇടയുള്ളത് TVK ആണ് എന്ന റിപ്പോർട്ടുണ്ട്. TVKയും അണ്ണാഡിഎംകെ സഖ്യവും വോട്ടുകൾ ചിതറിക്കുന്നതോടെയാണ് DMKയ്ക്ക് വിജയസാധ്യതയുള്ളത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറെ കൗതുകത്തോടെ കാണേണ്ടതും കേൾക്കേണ്ടതും കന്യാകുമാരി ജില്ലയുടെ കാര്യമാണ്. കാരണം കന്യാകുമാരി 1956 നവംബർ 1 വരെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ മുൻഗാമികൾ തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി ജില്ല. കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ തക്കലയിലായിരുന്നു ഒരു കാലത്ത് തിരുവിതാംകൂർ കൊട്ടാരം പോലും സ്ഥിതി ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭരണത്തിൻ്റെ ആസ്ഥാനം കന്യാകുമാരി ജില്ലയായിരുന്നു എന്നർത്ഥം. എന്നാൽ കന്യാകുമാരി ജില്ലയിലെ 4 താലൂക്കുകളിൽ ഭൂരിഭാഗം തമിഴരായിരുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയുടെ ഭാഗമായ ചെങ്കോട്ട താലൂക്കും തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. വലിയ പ്രക്ഷോഭങ്ങളും വെടിവയ്പ്പുകളും ഒക്കെ ഉണ്ടായി. ഒടുവിൽ സംസ്ഥാന പുനർവിഭജന സമയത്ത് കന്യാകുമാരി ജില്ലയിലെ 4 താലൂക്ക് മദ്രാസ് ജില്ലയുടെ ഭാഗമായി. ചെങ്കോട്ട തിരുനെൽവേലി ജില്ലയുടെ ഭാഗവും പിന്നീട് ചെങ്കോട്ട തെങ്കാശിയുടെ ഭാഗമായപ്പോൾ കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലൊരു പ്രധാന ജില്ലയായി മാറി. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ മലയാളികൾക്ക് വലിയ സ്വാധീനമാണുള്ളത്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അവിടെ താമസിച്ചിരുന്ന മലയാളികളൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായി കന്യാകുമാരിയിൽ തുടർന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഭാഗമല്ലെങ്കിലും കേരളം പോലെ തന്നെ ഒരു ദേശമായി കന്യാകുമാരി മാറുന്നത്. ഈ കന്യാകുമാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഫ്രാൻസിസ് സേവിയർ എന്ന മിഷനറി ഇവിടെ എത്തി മതപരിവർത്തനം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് തീരദേശവാസികൾ കൂട്ടത്തോടുകൂടി ക്രൈസ്തവ മതം സ്വീകരിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ ലത്തീൻ കത്തോലിക്കരുടെ എണ്ണം ക്രമാതീതമായി വളർന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ തോതിൽ നാടാർ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെ പ്രോട്ടസ്റ്റന്റ് സഭയിലേക്ക് പരിവർത്തനം ചെയ്തു. അവ പിന്നീട് CSI സഭയായി രൂപപ്പെട്ടു. ഇപ്പോഴും ഏറ്റവും വലിയ സമുദായം ഹിന്ദുക്കളുടേതാണ്, 48.65. എന്നാൽ 46.85% പേരും 2011 സെൻസസ് അനുസരിച്ചാണ് ക്രിസ്ത്യാനികളാണ്. പ്രായോഗികമായി ക്രിസ്ത്യാനികളുടെ എണ്ണമാണ് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നേർക്കുനേർ നിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ കന്യാകുമാരി മാറുകയും കന്യാകുമാരിയുടെ രാഷ്ട്രീയത്തെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നായി കന്യാകുമാരി മാറി. കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ളതുപോലെ തന്നെ തമിഴ്നാട്ടിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയുമായി കന്യാകുമാരി മാറിയെന്നോർക്കണം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പൊൻ രാധാകൃഷ്ണനായിരുന്നു കന്യാകുമാരി MP. നിലവിൽ നാഗർകോവിൽ MLA BJPക്കാരനാണ്. അതുകൊണ്ട് തന്നെ DMK മുന്നണി ആകെയുള്ള 6 സീറ്റിൽ 3 സീറ്റും കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നു. 2 സീറ്റിൽ മാത്രമാണ് DMK മത്സരിക്കുന്നത്. 1 സീറ്റ് CPM-നാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും ഒരുപോലെയുള്ളതാണ് കാവിപ്പേടി. ആ കാവിപ്പേടി തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലാണുള്ളത്. കന്യാകുമാരി ജില്ലയിൽ BJPയുടെ സ്വാധീനം അത്രയ്ക്കും ശക്തമാണ്. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും BJPക്ക് വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ പൊതുവെ BJP വിരുദ്ധമായ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ തന്നെ ഈ 2 ജില്ലകളെ ആശങ്കയോടെ കാണുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്തെ കാവിപ്പേടിക്കാർ കാണുന്നത് പോലെയാണ് കന്യാകുമാരിയെ തമിഴ്നാട്ടിലെ കാവിപ്പേടിക്കാർ കാണുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് BJP പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് കന്യാകുമാരി ജില്ലയിൽ എങ്ങനെയാണ് BJP പെർഫോം ചെയ്യുന്നതെന്നറിയാൻ തമിഴ്നാടുകാർ മുഴുവൻ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വന്ന് റോഡ് ഷോ നടത്തിയതും BJP പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റ് അണ്ണാമലയും ഒക്കെ
തൻ്റെ റോഡ് ഷോയ്ക്കൊപ്പം ജീപ്പിൽ കയറ്റിയതുമൊക്കെ ഈ പ്രാധാന്യം പ്രസക്തമാക്കുന്നു. BJPക്ക് തെക്കേ ഇന്ത്യ പിടിക്കാനുള്ള ഏറ്റവും നിർണായകമായ 2 ജില്ലകളാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയും കേരളത്തിലെ തിരുവനന്തപുരവും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുപോലെ തന്നെ കന്യാകുമാരിയിലേക്കും ചിറക് വിടർത്താനുള്ള നീക്കത്തിലാണ് BJP. AIADMKയും നേരിട്ട് ഏറ്റുമുട്ടുന്നത് കന്യാകുമാരിയിൽ മാത്രമാണ്. കുളച്ചലിലും കിള്ളിയൂരിലും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. രണ്ടിടത്തും വലിയ തോതിൽ ന്യൂനപക്ഷ പിന്തുണയോടെ അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് പാർട്ടി കണക്കാക്കുന്നു. തിരുവനന്തപുരത്തെ നേമവും കഴക്കൂട്ടവുമാണ് BJPയുടെ തുറുപ്പുചീട്ടെങ്കിൽ കന്യാകുമാരിയിൽ പത്മനാഭപുരവും നാഗർകോവിലുമാണ് BJPയുടെ തുറുപ്പുചീട്ട്. നേമവും കഴക്കൂട്ടവും പോലെ തന്നെയാണ് പത്മനാഭപുരത്തെയും നാഗർകോവിലിനെയും BJP സമീപിക്കുന്നത്. 96-ൽ പത്മനാഭപുരത്ത് BJP ജയിച്ചതാണ്. പിന്നീട് അതിന് കഴിഞ്ഞിട്ടില്ല. DMK സീറ്റ് CPMന് വിട്ടുകൊടുത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ BJP ഹിന്ദു പോപ്പുലേഷന്റെ പിന്തുണയിൽ വിജയം ഉറപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. നാഗർകോവിൽ BJPയുടെ സിറ്റിംഗ് MLA MR ഗാന്ധി ഇക്കുറിയും വിജയമുറപ്പിക്കാൻ മത്സരിക്കുന്നു. കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിളവങ്കോടാണ് മറ്റൊരു മണ്ഡലം. വിളവങ്കോട് ഭൂരിപക്ഷം പേരും ക്രൈസ്തവരാണ് എന്ന് മാത്രമല്ല മലയാളികളുമാണ് എന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ മിക്കതും മലയാളികളുടേതാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മലയാളിയായ CSI ദക്ഷിണ മഹാ ഇടവക സെക്രട്ടറി കൂടിയായ TT പ്രവീണാണ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വിളവങ്കോട് മത്സരിക്കുന്നത്. വിളവങ്കോടാണ് പ്രവീണിൻ്റെ ബിസിനസ് സംരംഭങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. സിറ്റിംഗ് MLAയെ കുളച്ചലിലേക്ക് മാറ്റിയാണ് വിളവങ്കോട് പ്രവീണിന് കൊടുത്തത്. വലിയ ഭൂരിപക്ഷത്തിലാണ് വിളവങ്കോട് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ ജയിച്ചത്. ഇക്കുറി ആ ഭൂരിപക്ഷം 50,000 ആക്കും എന്ന് പ്രവീൺ പറയുന്നതും ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ പിന്തുണയിലാണ്. ചുരുക്കി പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി DMK സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഹിന്ദു വോട്ടുകളുടെ ബലത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് DMK മുന്നണിയുടെ ഭാഗമായ BJP. കേരളത്തിലെ തിരുവനന്തപുരം പോലെ തന്നെ കന്യാകുമാരി തമിഴ്നാട്ടിലെ BJPക്ക് മറ്റുള്ളവരുടെ കാവിപ്പേടി കൊണ്ട് ശ്രദ്ധ നേടുകയാണ്.